കഴിഞ്ഞ കുറേ ദിവസങ്ങളായി 2 ദിവസങ്ങളായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റും ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. യുദ്ധത്തിൽ ആത്യന്തികമായ വിജയം തങ്ങൾക്കാണ് എന്നാണ് ട്രംപിന്റെ അവകാശവാദം. അതിന് കാരണം തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ പരിശോധിക്കാൻ അന്താരാഷ്ട്ര ആണവോർ ഏജൻസിയെ ഇറാൻ അനുവദിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് നിയന്ത്രണം ഇറാൻ വിട്ടു നൽകുമെന്ന കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം കോടിക്കണക്കിന് ഡോളറാണ് ഖത്തറിൽ മരവിപ്പിച്ച ഡോളറാണ് തിരിച്ചു നൽകാമെന്ന് ഈ കരാറിലൂടെ സമ്മതിച്ചിരിക്കുന്നത്. ആ ഡോളർ പൂർണ്ണമായും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ മാത്രം ഇറാൻ ഉപയോഗിക്കും എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കരാർ എഗ്രിമെൻ്റ് കൂടി ഉണ്ട് എന്ന് ട്രംപ് പറയുകയാണ്. പക്ഷേ ഇത് പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇറാന്റെ അവകാശവാദം. ഇത്തരം ഒരു കരാറുകളും ഉണ്ടായിട്ടില്ല എന്ന് ഇറാൻ പ്രതികരിക്കുന്നു. ഭാവിയിൽ ദീർഘകാലത്തേക്ക് ഉന്നതതല ആണവ പരിശോധനകൾക്ക് ഇറാൻ സമ്മതിച്ചു എന്ന വാദം തെറ്റാണ്. ട്രൂത്ത് സോഷ്യലടക്കം ട്രംപ് പുറത്തുവിട്ട കുറിപ്പ് പൂർണ്ണമായും തെറ്റാണ് എന്ന് പറയുകയാണ്. ഏതായാലും ഇത് ഇപ്പോൾ ഈ ആണവ ചർച്ചകൾ അല്ലെങ്കിൽ ഈ പശ്ചിമേഷ്യൻ ചർച്ചകളുമായി ബന്ധപ്പെട്ട് പുതിയ ഒരു കരടായി മാറിയ പശ്ചാത്തലം കൂടിയാണ്. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, ഈ ചർച്ച നടക്കുന്ന നിമിഷങ്ങളിലും ട്രംപിൻ്റെതായ നിരവധി പ്രകോപനപരമായ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റുകൾ വന്നിരുന്നു. അത് ഇറാൻ പ്രതിനിധികളെ ഒരു ഘട്ടത്തിൽ ചർച്ച ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുന്ന തരത്തിൽ വരെ കാര്യങ്ങൾ എത്തിച്ചുവെന്ന വിലയിരുത്തൽ വന്ന ഇടയിലാണ് വീണ്ടും ചില പ്രകോപനപരമായ പ്രസ്താവനകൾ, ചില ഏകപക്ഷീയമായ വാദങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇപ്പോൾ അതിനോട് ഇറാൻ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? രഞ്ജിത്ത്, 60 ദിവസത്തെ ചർച്ചകൾക്കുള്ള സമാധാന കരാറാണ് ഇപ്പോൾ ഉടമ്പടിയായിരിക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. എത്രമാത്രം സമാധാനം കൈവരും എന്നതിലാണ് ഇപ്പോൾ ചോദ്യം ഉയരുന്നത്. കാരണം അമേരിക്ക പറയുന്ന ചില കാര്യങ്ങൾ, അത് ഈ കരാറുമായി ബന്ധപ്പെട്ട ചില വ്യവസ്ഥകളെക്കുറിച്ചാണ്. അതിൽ ഒന്ന്, അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുമെന്നതാണ്. എന്നാൽ ഇറാൻ അതിപ്പോൾ പൂർണ്ണമായും തള്ളുകയാണ്. അങ്ങനെ ഒരു ഉറപ്പ് ചർച്ചയിൽ നൽകിയിട്ടില്ല, അങ്ങനെ ഒരു ധാരണ ചർച്ചയിൽ ഉണ്ടായിട്ടില്ല. തങ്ങളുടെ മേഖലയിൽ, അങ്ങനെ ആണവ മേഖലയിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പ്രവേശിക്കുന്നതിന് അനുവാദം നൽകില്ല എന്ന കാര്യം ഇപ്പോൾ ഇറാൻ്റെ പ്രസിഡന്റ് പെസഷ്കിയാൻ അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. ഏറ്റവും വലിയ പ്രശ്നം അതുതന്നെയാണ്. ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത് ഇറാൻ ആണവ ശക്തിയായി മാറുമോ എന്നതാണ്. ഈ യുദ്ധത്തിൻ്റെ അടിസ്ഥാനം പോലും ഇങ്ങനെ ഒരു കാര്യമായിരുന്നു. ഈ ഒരു വാദത്തിലൂന്നിയാണ് അമേരിക്ക ഇസ്രായേലിൻ്റെ കൂടെ ചേർന്നതും പിന്നീട് ഇറാനിലേക്ക് ആക്രമണം നടത്തിയതും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ്റെ തിരിച്ചടി ഉണ്ടായതും. ഇസ്രായേൽ അടക്കമുള്ള മേഖലകളിലേക്കും ഇറാൻ്റെ ആക്രമണം ഉണ്ടായി. ഏതായിരുന്നാലും അങ്ങനെ വളരെ സംഘർഷഭരിതമായ സാഹചര്യം, ഇന്ത്യക്കാരുൾപ്പെടെ കൊല്ലപ്പെടുന്ന സാഹചര്യം, നിരവധി വ്യാവസായിക കേന്ദ്രങ്ങൾ തകരുന്ന സാഹചര്യം, അവിടെ എല്ലാം തന്നെ സാമ്പത്തികമായി ലോകക്രമം തന്നെ താളം തെറ്റുന്ന നിലയിലേക്ക് പോകുന്ന ഒരു നില. അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് വരുന്നത്. പക്ഷേ ചർച്ചയിലെ ധാരണകൾ വീണ്ടും വീണ്ടും സങ്കീർണമാകുന്ന ഒരു സാഹചര്യമാണ്. അമേരിക്കയുടെ പ്രഖ്യാപനങ്ങൾ പലതും ഏകപക്ഷീയമാണെന്ന നിലപാട് ഇറാൻ എടുക്കുന്നു. മാത്രമല്ല, അവർക്ക് ഏറ്റവും ഒടുവിൽ ഇറാൻ്റെ 24,000 കോടി ഡോളറിൻ്റെ ഒരു ഉപരോധം കൊണ്ടുവരുന്നുണ്ട്. ഇന്ത്യൻ മണി നോക്കുമ്പോൾ 1,15,000 കോടി രൂപ അത് ഇപ്പോൾ ഇറാന് തിരികെ നൽകാനുള്ള ഒരു ധാരണയിലേക്ക് അമേരിക്ക എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെയും അതാണ് ഈ ട്രംപ് പറയുന്നത്, ഇത്രയും പണം ഇറാന് നൽകാനുള്ള ധാരണയുണ്ട്, അത് കരാറിലുണ്ട്, എഗ്രിമെന്റിലുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ, നേരത്തെ പറഞ്ഞ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നാണ്, ഇപ്പോൾ പറയുന്നത് അമേരിക്കയുടെ ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ അത് വാങ്ങാനാണ് ഇറാന് ചിലവഴിക്കാനാവുക. അത്തരം ഒരു കാര്യം എഗ്രിമെന്റിലുണ്ട് എന്ന് പറയുകയാണ്. പക്ഷെ അതും പൂർണ്ണമായി നിഷേധിക്കുന്നു. അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം, ഞങ്ങളാണ് ഞങ്ങളുടെ പണം എങ്ങനെ ചിലവഴിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നു എന്ന് ഇറാൻ പറയുമ്പോൾ ഈ തരത്തിലുള്ള എഗ്രിമെന്റിലെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിലും ഒരു പ്രശ്നം വരികയാണ്. തീർച്ചയായും അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. ഈ സാമ്പത്തിക സഹായം നൽകുമ്പോൾ ഏതാണ്ട് 1.15 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക സഹായം അങ്ങനെ നൽകുമ്പോൾ ആ പണം അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് ഉപയോഗിക്കണമെന്ന ഒരു വ്യവസ്ഥയാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇറാൻ പറയുന്നു. മാത്രമല്ല, മറ്റ് വസ്തുക്കൾ ഫ്രീസ് ചെയ്തതുകൊണ്ട് മറ്റ് അവരുടെ സാമ്പത്തികമായ വസ്തുക്കളെല്ലാം തന്നെ അമേരിക്ക ഉപരോധത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഘട്ടം ഘട്ടമായി തിരിച്ചു നൽകുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളാണ് നടക്കുന്നത്. പക്ഷേ ഈ ആദ്യഘട്ടത്തിൽ നൽകുന്ന തുക തന്നെ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്ന ആവശ്യമാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ആണവ പ്രശ്നം, അതിന് പിന്നാലെ ഈ സാമ്പത്തിക വിഷയം, ഇതിലെല്ലാം തന്നെ തകരുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 60 ദിവസത്തെ അടുത്ത ഘട്ട ചർച്ച എങ്ങനെ പര്യവസാനിക്കും എന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നത്. മാത്രമല്ല, ഈ മധ്യസ്ഥ രാഷ്ട്രങ്ങളുടെ ഇടപെടൽ, അതുകൊണ്ട് മാത്രമാണ് ഏറ്റവും ഒടുവിൽ സ്വിറ്റ്സർലാൻഡിൽ നടന്ന ചർച്ച പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞത്.
പറഞ്ഞത് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് തുടർച്ചയായി ഈ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചത് വഴി ഇറാൻ്റെ പ്രതിനിധികൾ പ്രകോപിതരാവുകയും അവർ ആ ചർച്ച ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോകാൻ തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഈ മധ്യസ്ഥ രാഷ്ട്രങ്ങൾ ഇടപെട്ട് ഇവരെ തണുപ്പിച്ച് വീണ്ടും ഈ ചർച്ചയുടെ ഭാഗമാക്കി മാറ്റുന്നത്. അങ്ങനെ സമാധാന ചർച്ച ഒരു വശത്ത് നടക്കുമ്പോൾ ഈ കരാർ പ്രാബല്യത്തിൽ വന്നു എന്ന് പറയുമ്പോഴും ഇത്തരം കാര്യങ്ങളിൽ വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇറാനുള്ള ഏക ആശ്വാസം അവരുടെ എണ്ണ വിൽപ്പന നടത്താനുള്ളൊരു സാഹചര്യമുണ്ട്. അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന നാവിക ഉപരോധം പൂർണ്ണമായി മാറ്റിയിട്ടുണ്ട്. അവർക്ക് വലിയ തോതിൽ ഇപ്പോൾ തന്നെ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ എണ്ണ ഉൽപ്പാദനം നിർത്താൻ ഇറാന് കഴിയുമായിരുന്നില്ല. കാരണം അതൊരു സാങ്കേതിക വിദ്യയാണ്, തുടർ പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ 68 ലക്ഷം ബാരൽ എണ്ണയാണ് അവിടെ കെട്ടിക്കിടക്കുന്നത്. അതിൽ 80% എവിടേക്ക് കൊണ്ടുപോകണം എന്ന് പോലും അറിയാത്ത സാഹചര്യമാണ്. കാരണം ഉപരോധം മൂലം തുടർച്ചയായി അവരുടെ വ്യാപാര പങ്കാളിയായിരുന്ന ചൈനയിലേക്കാണ് വലിയ തോതിൽ എണ്ണ പോകുന്നത്. ദക്ഷിണ കൊറിയയിലേക്ക് ഉണ്ടായിരുന്നു, ഇന്ത്യയിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്തിരുന്നു. പക്ഷേ അമേരിക്കയുടെ ഉപരോധം വന്നതോടുകൂടി പല രാജ്യങ്ങളിലേക്കും എണ്ണ കയറ്റുമതി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഇപ്പോൾ കൂട്ടത്തോടെ ഈ കപ്പലുകൾ പുറപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അവിടെ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വിൽക്കുക എന്ന ഏറ്റവും വലിയ വെല്ലുവിളി ആണ് ഇപ്പോൾ ഇറാൻ നേരിടുന്നത്. അവർക്ക് ഏതെങ്കിലും ഒരു ഉപഭോക്താവിനെ കണ്ടെത്തണം, അങ്ങനെയുള്ള രാജ്യങ്ങളെ കണ്ടെത്തണം. അതുകൊണ്ട് തന്നെ കുറഞ്ഞ നിരക്കിൽ എണ്ണ വിറ്റ് തീർക്കുക എന്നതാണ് അവരെ സംബന്ധിച്ച്. അതും ഈ 60 ദിവസത്തിനുള്ളിൽ 60 ദിവസം കൊണ്ട് ഒരുപക്ഷെ അടുത്ത ഉപരോധമോ അല്ലെങ്കിൽ കാര്യങ്ങൾ വഷളായാൽ വീണ്ടും ഒരു യുദ്ധത്തിലേക്കോ കാര്യങ്ങൾ നീങ്ങും. അതിനകം ഇപ്പോൾ ഈ കെട്ടിക്കിടക്കുന്ന എണ്ണ വിൽക്കുക എന്നതാണ് ഇറാനെ സംബന്ധിച്ച്. തീർച്ചയായും തുടരുക വിനോദ്. അതായത് ഈ ഇറാന്റെ അവകാശവാദം, അമേരിക്കയുടെ അവകാശവാദം പൂർണ്ണമായും ഇറാൻ തള്ളുകയാണ്. അതിൽ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളുണ്ട്. നിലവിൽ ഇറാൻ പാർലമെന്റ് നിയമം മൂലം വിലക്കിയിരിക്കുന്ന ഒന്നാണ് ആണവ കേന്ദ്രങ്ങളിലെ IAEA പരിശോധന, ആണവോർജ്ജ ഏജൻസിയുടെ പരിശോധന. ഇറാന്റെ മരവിപ്പിച്ച ഫണ്ട് വിട്ടു നൽകുന്നത് അമേരിക്ക ഗുണം ചെയ്യുന്ന തരത്തിലാണ് നൽകുകയെന്നാണ് മറ്റൊരു അമേരിക്കൻ വാദം. അത് പൂർണ്ണമായും തള്ളുകയാണ്. അമേരിക്കൻ ട്രഷറി എസ്ക്രോ അക്കൗണ്ടിലേക്ക് മാറ്റുന്ന പണം ഉപയോഗിച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങാൻ വിനിയോഗിക്കേണ്ടി വരുമെന്നാണ് അമേരിക്കയുടെ നിലപാട്. $1200 കോടി. പക്ഷേ പണം എന്ത് ചെയ്യണമെന്ന് തങ്ങൾ തീരുമാനിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട പശ്ചാത്തലമാണ്. ഹോർമുസ് നിയന്ത്രിക്കുമെന്ന് ഇറാൻ ആവർത്തിക്കുന്ന പശ്ചാത്തലമുണ്ട്. കരാർ പാലിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം എന്ന് ട്രംപ് വെല്ലുവിളിക്കുന്നതിനിടയിലാണ് അസന്നിഗ്ധമായ നിലപാട് ഇത്തരം വിഷയങ്ങളിൽ ഇറാൻ വ്യക്തമാക്കുന്നത് എന്നത് ഏറ്റവും നിർണായകമായ ഒന്നാണ്. മറ്റൊന്ന്, ഇറാനെതിരായുള്ള പോരാട്ടത്തിൽ, അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിലപാടിൽ ചില കടുപ്പിക്കലുകൾ വരികയാണ്. അമേരിക്കയെ തള്ളിക്കൊണ്ടുള്ള നിലപാടിലേക്ക് ഇസ്രായേൽ പ്രസിഡന്റ് വരുന്നത് അദ്ദേഹം പെട്ടിരിക്കുന്ന പുതിയ ഒരു കെണിയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. ഇറാനെതിരായ പോരാട്ടത്തിൽ US-നെ ആശ്രയിക്കുന്നത് നിർത്തണമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പുതിയ ആവശ്യവും ആഹ്വാനവും. ഇസ്രായേൽ ആയുധ ഉൽപ്പാദന ശേഷി വികസിപ്പിക്കണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കുകയാണ്. ഇറാനെതിരെയുള്ള പോരാട്ടത്തിൽ US മാത്രമല്ല ഞങ്ങൾക്ക് ആശ്രയം, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പോരാടാൻ അറിയാം എന്നാണ് വെസ്റ്റ് ബാങ്കിലെ ഗുഷ് എറ്റ്സിയോൺ കുടിയേറ്റ മേഖലയിൽ യുദ്ധവിദഗ്ധരുമായി സംസാരിക്കവേ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ച പിന്തുണയ്ക്ക് നന്ദി പറയുന്നതിനൊപ്പമാണ് നമുക്ക് നമ്മുടേതായ സ്വതന്ത്രമായ ആയുധോൽപാദന സംവിധാനം ആവശ്യമാണ് എന്നും സ്വന്തം ആയുധങ്ങൾ നിർമ്മിക്കണം എന്നും ഇറാനെയും അവരുടെ ആശ്രിത സംഘങ്ങളെയും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് യുദ്ധം നിർത്തിയിട്ടില്ല, ഇപ്പോഴും പോരാട്ടം തുടരുകയാണ് എന്ന് നെതന്യാഹു അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നത് ഈ സമാധാന ശ്രമങ്ങൾക്ക് മറ്റൊരു കരടായി മാറുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. കൂടുതൽ കരുത്താർജിക്കണം, കൂടുതൽ സാങ്കേതികവിദ്യ ഉൾക്കൊള്ളണമെന്ന് കമാൻഡർമാരോട് ആഹ്വാനം ചെയ്യുകയാണ്. വിനോദ്, ഇതൊരു പുതിയ ഏടാണല്ലോ. കഴിഞ്ഞ കുറേ നാളുകളായി ബെഞ്ചമിൻ നെതന്യാഹു ഈ യുദ്ധം നിർത്തിവെക്കുന്നതിനും സമാധാന കരാറിനും എതിരാണ്. അമേരിക്കയുമായി ഈ വിഷയത്തിൽ ട്രംപുമായി പോലും തർക്കങ്ങളുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് നെതന്യാഹുവിൻ്റെ രാജ്യത്തിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന വലിയ എതിർപ്പാണ്. 92% ഇസ്രായേലികളും ഇറാനാണ് യുദ്ധത്തിൽ ജയിച്ചത് എന്ന് പറയുന്ന സർവേയൊക്കെ പുറത്തു വന്ന 2-3 ദിവസമായ പശ്ചാത്തലം കൂടിയുണ്ട്. നെതന്യാഹു വീണ്ടും യുദ്ധം തുടരുമെന്നാണോ പറയുന്നത്? രഞ്ജിത്ത്, തീർച്ചയായും ഈ യുദ്ധത്തിൻ്റെ പ്രകോപനത്തിൻ്റെ തുടക്കം മുതൽ തന്നെ അങ്ങനെ ഒരു നിലപാടാണ് ഇസ്രായേൽ എടുക്കുന്നത്. ഇസ്രായേലാണ് യുദ്ധത്തിൻ്റെ അടിസ്ഥാന കാരണം എന്ന് തന്നെ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഹിസ്ബുള്ളയുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങളെ കൊണ്ട് ചെന്നെത്തിക്കുന്നത്. കരാറുമായി ബന്ധപ്പെട്ട് ലെബനനിലേക്കുള്ള ആക്രമണം ഇസ്രായേൽ നിർത്തണമെന്നൊരു ആവശ്യമുണ്ടായിരുന്നു. അത് ഇറാൻ മുന്നോട്ട് വെച്ചതാണ്. ആ ആവശ്യം അമേരിക്ക അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇസ്രായേൽ അത് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, നെതന്യാഹു
ട്രംപുമായി ഉടക്കുന്ന നിലയിലേക്ക് പോയി അവർ തമ്മിൽ അസ്വാരസ്യം ഉണ്ടാകുന്ന ഒരു ഘട്ടം, അസ്വാരസ്യം എന്നത് വാക്പോരിലേക്ക് തന്നെ മാറുന്ന നിലയുണ്ടായി. എല്ലാവരും നിയന്ത്രണം പാലിക്കണം എന്ന ഒരു കർശന നിർദ്ദേശം ഇസ്രായേലിന് നേർക്ക് ട്രംപിന് നൽകേണ്ടി വരുന്നു. അതിന് മറുപടിയായി നെതന്യാഹുവിൻ്റെ വാക്കുകൾ, ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റാണ്, താൻ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയാണ് എന്ന് തുറന്നടിക്കുന്ന നിലയിലേക്ക് നെതന്യാഹു എത്തി എന്നതാണ് അവിടെ ഏറ്റവും വലിയ ഈ തർക്കത്തിൻ്റെ തെളിവായി മാറിയത്. അതിനുശേഷം ഇതാ നെതന്യാഹു രാജ്യത്തെ സൈനികരോട് പറയുകയാണ്, നമ്മൾ സ്വന്തമായി ആയുധശക്തിയാകണം, മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കണം. അത് വരികൾക്കിടയിൽ കൃത്യമായി നമുക്ക് വായിക്കാൻ കഴിയുന്നത് അമേരിക്കയെ ആശ്രയിക്കേണ്ട കാര്യമില്ല. ഇനിയുള്ള നാളുകളിൽ അടുത്തുള്ള 3, 4, 5 വർഷം കഴിയുമ്പോൾ ഇസ്രായേൽ എവിടെ നിൽക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ താല്പര്യത്തിന് വഴിമാറിപ്പോകുന്നു. ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വം അവർ കണക്കാക്കുന്നില്ല എന്നൊരു പരാതിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തലോ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും രാജ്യത്തെ ജനങ്ങളോട് അക്കാര്യം പറയുകയും ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ തന്നെ $7 ബില്യൺ ആയുധമാണ് അമേരിക്ക ഇസ്രായേലിന് നൽകുന്നത്. അത് നമുക്കറിയാം, അമേരിക്കയുടെ ബജറ്റിൽ നിന്ന് എക്കാലവും ഇസ്രായേലിന് ഇങ്ങനെ ആയുധം നൽകാറുണ്ട്. അത് പണമായി വകയിരുത്തുകയും പണമായി കൈമാറില്ല, മറിച്ച് അമേരിക്ക ആയുധമായിട്ടാണ് ഇസ്രായേലിന് എല്ലാ കാലവും സഹായം ചെയ്യുന്നത്. ഈ യുദ്ധം നടക്കുമ്പോൾ പോലും $7 ബില്യൺ ആയുധം ഇസ്രായേലിന് അമേരിക്ക നൽകിയിരുന്നു. പക്ഷേ ഇതിൻ്റെ പേരിൽ അമേരിക്കയിലെ ഭരണാധികാരികൾ അവിടുത്തെ ജനങ്ങളുടെ പഴി കേൾക്കേണ്ടി വരുന്നുണ്ട്. കാരണം എന്തിന് ഇസ്രായേലിനെ ഇങ്ങനെ അമേരിക്കയുടെ പണം എടുത്ത് സഹായിക്കണമെന്ന ചോദ്യം വലിയൊരു വിഭാഗം ജനത അവിടെ ചോദിക്കുന്ന നിലയുണ്ട്. മാത്രമല്ല US കോൺഗ്രസിൻ്റെ അംഗീകാരമില്ലാതെ ഇനി ഒരു യുദ്ധത്തിലേക്ക് പോവുക സാധ്യമല്ല. പക്ഷേ സെനറ്റിൻ്റെയൊക്കെ തന്നെ അംഗീകാരം നേടിക്കൊണ്ട് ട്രംപ് ഒരു പരിധിവരെ മുന്നോട്ട് പോകുന്നുണ്ട്, പ്രമേയം പാസ്സാക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കൻ സർക്കാരിൻ്റെ ഹിതപരിശോധന വരികയാണ്. അവിടെ ജനങ്ങൾ ഒരുപക്ഷെ തിരിഞ്ഞാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലും ഇങ്ങനെയുള്ള എതിർപ്പുകളുണ്ട്, മറ്റ് പാർട്ടികൾ എല്ലാം തന്നെ ഈ യുദ്ധത്തിനെ ചോദ്യം ചെയ്യുന്ന നിലയുണ്ട്. അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ ട്രംപിന് അത് കൂടുതൽ പരുങ്ങലാകും. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി കൂടി നോക്കേണ്ടതുണ്ട്. JD വാൻസൊക്കെ ഈ യുദ്ധം തീർക്കുന്നതിന് വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് നടത്തിയതെന്ന് നമുക്ക് അറിയാവുന്നതാണ്. കാരണം ട്രംപ് ഇടയുമ്പോൾ അല്ലെങ്കിൽ ഇറാനിലെ നേതാക്കൾ ഇടയുമ്പോൾ നെതന്യാഹു പ്രകോപിതനായി പെരുമാറുമ്പോഴൊക്കെ തന്നെ ഈ അമേരിക്കയുടെ താല്പര്യം, അവരുടെ പാർട്ടിയുടെ താല്പര്യം ഒക്കെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് JD വാൻസിൻ്റെ ഒക്കെ തന്നെ ഇടപെടൽ ഉണ്ടാകുന്നത് അത് വളരെ, അതുപോലെ തന്നെ മാർക്കോ റൂബിയോ, അദ്ദേഹം സ്റ്റേറ്റ് സെക്രട്ടറിയാണ്, അദ്ദേഹമൊക്കെ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ പലകുറി നടത്തിയതും അതാണ് ഈ ചർച്ചയിലൂടെ ഒരു പരിധിവരെ വിജയം കണ്ടിരിക്കുന്നത്. പക്ഷേ നെതന്യാഹു ആ ചർച്ചയെ ഒന്നും തന്നെ മുഖവിലേക്ക് എടുക്കുന്നില്ല, അത് അംഗീകരിക്കുന്നില്ല. ഈ കരാറിനെ പോലും നെതന്യാഹു അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹം. ശരി, വിനോദ്, VV വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.